നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്പെയിനുകാരനായിട്ടുള്ള റോബർട്ടോ മാർട്ടിനസ് ആണ് ഇത്തവണ പോർച്ചുഗലിനെ വേൾഡ് കപ്പിന് പരിശീലിപ്പിച്ചിറക്കുന്നത്. അപ്പോൾ സ്പാനിഷ് മാധ്യമം മാർക്ക അദ്ദേഹവുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നു. അദ്ദേഹത്തോട് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങളിപ്പോൾ ഗ്രൂപ്പ് കെയിലാണല്ലോ, കൊളംബിയ, ഉസ്ബെക്കിസ്ഥാൻ, പിന്നെ പ്ലേ ഓഫിൽ നിന്ന് വിജയിച്ചു വരുന്ന ടീം കോങ്കോ, ജമൈക്ക, ന്യൂ കലഡോണിയ, ഇതിലേതെങ്കിലും ഒരു ടീം വരും. ഈ വേൾഡ് കപ്പിനെ കുറിച്ച്, നിങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിൻ്റെ മറുപടി, വേൾഡ് കപ്പ് ഡ്രോ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്ന എല്ലാ ടീമുകളോടും നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവണം. പക്ഷേ എക്സൈറ്റ്മെൻറ്റിൽ കാര്യമൊന്നുമില്ല. കാരണം വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യുന്ന ടീമുകൾ അതേപോലെ ആവില്ല വേൾഡ് കപ്പിന് വരിക. ടൂർണമെൻറ്റിലേക്ക് എത്തുമ്പോൾ അവർക്ക് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകും. സമയം കടന്നു പോകുമ്പോൾ അവർ കൂടുതൽ ഡെവലപ്പാവും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ അവസരം കിട്ടും. കാരണം ജൂൺ 17 മാത്രമേ ഞങ്ങളുടെ ഫസ്റ്റ് മാച്ച് ഉള്ളൂ. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 ആഴ്ചയിലധികം സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് മാച്ച് ഉള്ളൂ. അത് പ്ലെയേഴ്സിന് കൂടുതൽ ഇൻഡിവിജ്വലി കൂടുതൽ ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, 48 ടീമുകളുള്ള വേൾഡ് കപ്പാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, അത് നല്ലതാണ്, ഐ ലവ് ഇറ്റ്. കാരണം വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫാൻസിനും പ്ലെയേഴ്സിനും ഒക്കെ ക്വാളിഫൈ ചെയ്യാനും കളി കാണാനും ഒക്കെയുള്ള അവസരം അവിടെ വർദ്ധിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, ഈ ടൂർണമെൻ്റ് ഒരു ഫോർമാറ്റാണ്, ഒരുപാട് മത്സരങ്ങൾ, അതിൽ എല്ലാറ്റിനും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സ്ഥിതിയുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്, ഗ്രൂപ്പ് വിന്നേഴ്സിന് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഉള്ള പോലെ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ഗ്രൂപ്പ് മാച്ചുകളും തേർഡ് ഗ്രൂപ്പ് മാച്ചിനും ഒക്കെ വളരെ പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. ഏതായാലും ഇപ്പോഴത്തെ ഈ ഫോർമാറ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ആദ്യത്തെ 8 സ്ഥാനത്ത് നിന്ന ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് 16 പോകുന്ന സ്ഥിതിയാണുള്ളത്. എന്ന് പറയുമ്പോൾ അവർക്ക് അതിനിടയ്ക്കുള്ള പ്ലേ ഓഫ് കളിക്കണ്ട. ഇവിടെ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. അതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹം ഹാപ്പിയാണ് 48 ടീമുകൾ വേൾഡ് കപ്പ് കളിക്കുന്നതിൽ. പിന്നെ എതിരാളികളെ, വേൾഡ് കപ്പിലുള്ള അവരുടെ ഗ്രൂപ്പിലെ എതിരാളികളൊക്കെ അദ്ദേഹം ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.